എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ പഞ്ച് ഡയലോഗും അടിച്ച് കസേരയിൽ ഇരുന്നതേ വി ഡി സതീശന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആകെ ഒരു വെടിയും പുകയുമായിരുന്നു. പി രാജീവും എം പി രാജേഷും വി ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും കെ രാജനുമൊക്കെ നിരന്ന് നിന്ന് വെടിയോട് വെടി. എല്ലാം വി ഡി സതീശന്റെ നെഞ്ചത്ത് തന്നെ തറച്ചു. അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ ഒന്നൊന്നായി പിടിച്ചു വാങ്ങി അദ്ദേഹത്തിനെതിരെ തന്നെ മന്ത്രിമാർ നിർദ്ദയമായി പ്രയോഗിച്ചു. അടവുകളും ചുവടുകളും പിഴച്ച് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വാക്കൌട്ട് പ്രഖ്യാപിക്കാതെ ഗതിയില്ലെന്നായി. എന്നിട്ട് നിയമസഭയ്ക്ക് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് ഇങ്ങനെ കരഞ്ഞു. 5 മന്ത്രിമാരും അതിൽ 4 പേര് വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കാതെ എനിക്ക് വിരോധമില്ല. കാരണം അവര് എന്നെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ അതിനെങ്ങനെ നോ പറയുന്നു. അവര് നിരന്തരമായി വ്യക്തിപരമായി തേജോവധം ചെയ്യാണ്. ആ AKG സെന്ററിലിരുന്നും മന്ത്രി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലിരുന്നും വ്യാപകമായി വ്യക്തിപരമായ ദുഷ്പ്രചരണം നടത്തുകയാണ്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നിയമസഭയിൽ കണ്ടത്. എനിക്ക് പ്രതിഷേധമില്ല. വളരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ്. ഭരണപക്ഷം നടത്തിയ ഒരു ദയയുമില്ലാത്ത ആക്രമണം വി ഡി സതീശന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് അതാണ്, അത് മാത്രമാണ്. ഇനി അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ ബാക്കി ചില കാര്യങ്ങൾ കൂടി കേൾക്കാം. ഇതൊക്കെ മനുഷ്യനല്ലേ, ഒരു സ്ലിപ്പ്, ഒരു വകുപ്പിന്റെ പേരിൽ ഒരു സ്ലിപ്പ് ഉണ്ടായപ്പോ എനിക്ക് ഭ്രാന്താണ്, എന്റെ സമനില തെറ്റി, എന്റെ ബോധം പോയി എന്നൊക്കെയാണ് സംസാരിച്ചത്. നമുക്ക് സങ്കടം തോന്നും. സ്വാഭാവികമായ ഒരു നാക്കുപിഴ സംഭവിച്ചതിനാണോ ഈ മനുഷ്യനെ ഈ മന്ത്രിമാരെല്ലാം ചേർന്ന് നിരന്ന് നിന്ന് ഇങ്ങനെ പഞ്ഞിക്കിട്ടത്? ആ സംശയം ആർക്കും തോന്നും. അതുകൊണ്ട് ഇന്നത്തെ നിയമസഭാ നടപടിക്രമങ്ങളിൽ വി ഡി സതീശന്റെയും മന്ത്രിമാരുടെയും പ്രകടനം നമുക്ക് വിശദമായി പരിശോധിക്കാം. നേരത്തെ പറഞ്ഞ വി ഡി സതീശന്റെ ആ പഞ്ച് ഡയലോഗ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. പക്ഷെ അത് അദ്ദേഹം ഇതുവരെ പറഞ്ഞത് പത്രക്കാരുടെ മുന്നിലായിരുന്നു. ആ ഓർമ്മയിലും ധൈര്യത്തിലും അദ്ദേഹം അതിന് നിയമസഭയിലും കാച്ചി. പക്ഷേ ഏറ്റില്ല. അല്ല സതീശൻ ചേട്ടാ, എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത് എന്ന് മന്ത്രിമാർക്ക് താക്കീത് കൊടുത്തിട്ടല്ലേ അങ്ങ് ആ കസേരയിലേക്ക് ചാഞ്ഞത്? എന്നിട്ട് മന്ത്രിമാരൊന്നും പേടിച്ചില്ലല്ലോ. അവർ താങ്കൾക്കെതിരെ ആക്രമണം കടുപ്പിക്കുകയല്ലേ ചെയ്തത്. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾക്ക് വീണ്ടും എഴുന്നേറ്റ് പറയാനുള്ളതൊക്കെ പറയാമായിരുന്നല്ലോ. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പറയാമായിരുന്നല്ലോ. രാജീവും രാജേഷും ശിവൻകുട്ടിയും ഒക്കെ ആകെ ചമ്മി നാറി നാണം കെട്ടേനയല്ലോ. അതൊന്നും സംഭവിച്ചില്ല. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ കൊട്ടായിരുന്നു കൊട്ട്. അത് ഏറ്റ കൊട്ട് തന്നെയായിരുന്നു. തന്നെ അവനെന്നും ഇവനെന്നും ഒക്കെ പൊതുയോഗത്തിൽ സംബോധന ചെയ്ത വി ഡി സതീശന്റെ നെഞ്ചിൻ കൂട് തകർക്കുന്ന ഒരു പ്രയോഗമാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നടത്തിയത്. ഈ വിരട്ടലൊന്നും ഞങ്ങളോട് വേണ്ട, ഞങ്ങൾ ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറഞ്ഞാൽ പലരും മുണ്ട് തലയിലിട്ടുണ്ട് ഇവിടുന്ന് പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നുള്ള കാരണം. എന്താണ് ശിവൻകുട്ടി ഉദ്ദേശിച്ചതെന്ന് വി ഡി സതീശന് മനസ്സിലാവുകയും ചെയ്തു. മന്ത്രി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലിരുന്നും വ്യാപകമായി വ്യക്തിപരമായ ദുഷ്പ്രചരണം നടത്തുകയാണ്. തനിക്കെതിരെ 2 ദിവസം മുമ്പ് പൊതുയോഗത്തിൽ കത്തിക്കയറിയ വി ഡി സതീശന്റെ മുഖത്തടിക്കും വിധമാണ് വി ശിവൻകുട്ടി ഈ പ്രയോഗം നടത്തിയത്. മറുത്തൊന്നും പറയാനുള്ള ത്രാണി വി ഡി സതീശൻ ഉണ്ടായിരുന്നില്ല. നാവടക്കി വാലും ചുരുട്ടി അദ്ദേഹം ആ സഭയുടെ ഒരു മൂലയ്ക്ക് പതുങ്ങി. എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുതെന്ന വി ഡി സതീശന്റെ സ്ഥിരം പ്രയോഗത്തെക്കാൾ 100 മടങ്ങ് പ്രഹരശേഷി ഉണ്ടായിരുന്നു വി ശിവൻകുട്ടിയുടെ മുന്നറിയിപ്പിന്. ഞങ്ങൾ ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറഞ്ഞാൽ പലരും മുണ്ട് തലയിലിട്ടുണ്ട് ഇവിടുന്ന് പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നുള്ള കാരണം. ഒരക്ഷരം മിണ്ടാതെ അത് കേട്ടിരുന്ന വി ഡി സതീശൻ സഭയ്ക്ക് പുറത്തിറങ്ങി എല്ലാവരും കൂടി എന്നെ പഞ്ഞിക്കിട്ടേ എന്ന് പരിഭവം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം സഭയിൽ നടന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെ അധിക്ഷേപിച്ച് സംസാരിക്കാൻ 5 മന്ത്രിമാർക്കാണ് ഇന്ന് സ്പീക്കർ അവസരം കൊടുത്തത്. 5 പേർക്ക്. അവർ ആവർത്തിച്ച് ഓരോരുത്തര് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. സോണിയാഗാന്ധിയെയും പ്രിയങ്ക വദ്രയെയും അധിക്ഷേപിച്ച് സംസാരിക്കാൻ 5 മന്ത്രിമാർക്ക് അവസരം കൊടുത്തുവെന്നാണ് വി ഡി സതീശന്റെ പരാതി. അതാണ് കാര്യം. ഇതേ കാര്യം വി ഡി സതീശൻ നിയമസഭയിലും പറഞ്ഞു. ആ ചോദ്യോത്തരത്തിന്റെ പേരിൽ മൈക്ക് കിട്ടുമ്പോൾ മന്ത്രിമാർ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആക്ഷേപിക്കുന്നത് സാർ, അതെല്ലാം ഇവിടുത്തെ രേഖയിൽ കിടക്കുകയാണ്. നിയമസഭയിൽ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രിയപ്പെട്ട നേതാക്കളാണ്. ഒരാൾ ഇവിടെ നിന്നുള്ള MP ആണ്, കേരളത്തിൽ നിന്നുള്ള. അവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരം മന്ത്രിമാർ തന്നെ മൈക്ക് കിട്ടുമ്പോൾ നടത്തിയ സാർ ഈ പരിപാടിയായിട്ട്. അപ്പോൾ MP രാജേഷ് എഴുന്നേറ്റു. വി ഡി സതീശന്റെ നെഞ്ചത്തെ ആദ്യത്തെ പൊങ്കാല അദ്ദേഹത്തിന്റെ വകയായിരുന്നു. അത് നമുക്കൊന്ന് കാണാം. ഇവിടെ ഇന്നലെ ബഹുമാന്യരായ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആക്ഷേപിച്ചു പറഞ്ഞു. എന്താക്ഷേപമാണ് നടത്തിയത്? PBG റാംജി ബില്ല് പാസാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ പ്രിയങ്ക ഗാന്ധി ചായ കുടിച്ചു എന്ന് പറഞ്ഞതാണോ ആക്ഷേപം? കുടിച്ചതാണോ ആക്ഷേപം? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഉള്ള കാര്യമേ പറഞ്ഞു.
പറഞ്ഞോളൂ. ഞാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പുറത്ത്, സഭയ്ക്ക് പുറത്ത് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ പോലും ഇവിടെ ഉദ്ധരിച്ചിട്ടില്ലല്ലോ. പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു. ഏതെങ്കിലും അങ്ങേക്ക് പരിശോധിക്കാം. മന്ത്രിമാർ, ഞാൻ അടക്കമുള്ള മന്ത്രിമാർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വാക്ക് അതിൽ പാർലമെന്ററി അല്ലാത്ത അല്ലെങ്കിൽ ഉചിതമല്ലാത്ത ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ തിരുത്താമെന്ന് മാത്രമല്ല ഞങ്ങളെ ശാസിക്കാം. ഞങ്ങളൊന്നും അറിയാതെ പോലും ഒരു മോശം വാക്ക് ഉച്ചരിക്കുന്നവരല്ല. അങ്ങനെ ശീലിച്ചവരും അങ്ങനെ വളർന്നവരുമല്ല. പറയാനുള്ളത് പറഞ്ഞു തീർത്ത് രാജേഷ് ഇരുന്നപ്പോൾ അതാ എഴുന്നേൽക്കുന്നു പി രാജീവ്. കണക്ക് തീർത്ത് തന്നെ അദ്ദേഹവും കൊടുത്തു. ഒരു മിനിറ്റ് മനസ്സിലായി. ഈ ബഹുമാന്യായ സോണിയാഗാന്ധിയെ അധിക്ഷേപിക്കാൻ ഇവിടെ ആരും ശ്രമിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവരെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ബഹുമാന്യായ സോണിയാഗാന്ധിയെ തെരുവിലിട്ട് ചെണ്ട കൊട്ടുന്നവരെ കൊട്ടാനുള്ള അവസരം നൽകുന്നത് പ്രതിപക്ഷമാണ്. നിങ്ങൾ വ്യക്തമാക്കേണ്ടത് സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയാളും ഒന്നിച്ച് 2 തവണ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നു. ആര് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി എന്നുള്ളത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റ് തിളക്കമുണ്ടാകും. സോണിയാഗാന്ധിയെ പോലെ ഇത്രമാത്രം സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ കയ്യിൽ ഈ സ്വർണത്തിന്റെ എലസ്, സ്വർണം മോഷ്ടിച്ച ആൾക്ക്, സ്വർണം വാങ്ങിയാളുടെ സാന്നിധ്യത്തിൽ കെട്ടാൻ അവസരം ഒരുക്കിയത് ആരാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റിന്റെ തിളക്കമുണ്ടാകും. നിങ്ങൾ സോണിയാഗാന്ധിയെ തെരുവിലിട്ടടിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന പ്രതിപക്ഷമാണ്, കോൺഗ്രസ് ആണ്. അത് BJPയോടുള്ള താല്പര്യമാണ് സാർ. ഞങ്ങളിവിടെ പറഞ്ഞില്ലല്ലോ സോണിയാഗാന്ധിയെ കുറിച്ച് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞത്, ഡൽഹിയിൽ FIR ഇടാൻ പറഞ്ഞത്, പുരാവസ്തു കച്ചവടത്തിന്റെ കാര്യം ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ. ആര് കൊണ്ടുപോയി? ഒരു MP, ഒരു UDF കൺവീനർ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കുന്നു. സ്വർണം കട്ടയാൽ വാങ്ങിയാൽ മൂന്നാമത്തെയാൾ ഒറ്റ ഫ്രെയിമിലുള്ള 2 ചിത്രങ്ങൾ സോണിയാഗാന്ധിക്കൊപ്പം മാത്രം. വ്യക്തമാക്കട്ടെ, അതോടുകൂടി സോണിയാഗാന്ധിക്ക് 10 മാറ്റ് തിളക്കമുണ്ടാക്കും. നിങ്ങൾ അവരെ തെരുവിലേക്ക് വലിച്ചെറിയുന്നു. സ്വാഭാവികമായും VD സതീശന് ഇതിന് മറുപടി പറഞ്ഞേ തീരൂ എന്ന സ്ഥിതിയായി. ഇനി അദ്ദേഹത്തിന്റെ ഊഴമാണ്. അദ്ദേഹം എഴുന്നേറ്റു. ആ മറുപടികളുടെ നിലവാരം നമുക്ക് പരിശോധിക്കാം. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിനകത്ത് വെച്ച് പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കഴിച്ചു എന്നാണ് പറയുന്നത്. സാറെ, ഡൽഹി കലാപത്തിന് വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറുമായി സംസാരിക്കുന്നതും സുഹൃത്തുക്കളാണെന്നും അത് അഭിമാനമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട മന്ത്രി MP രാജേഷ്. പശ്ചാത്തലം വ്യക്തമല്ലേ? തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന BBG റാംജി ബിൽ പാസാക്കിയ അതേ ദിവസം നരേന്ദ്രമോദി പാർലമെന്റിൽ ഒരു ചായ സൽക്കാരം നടത്തി. ആ സൽക്കാരത്തിൽ പ്രിയങ്ക വദ്രയും പങ്കെടുത്തിരുന്നു. അതേക്കുറിച്ചാണ് MP രാജേഷ് പരാമർശിച്ചത്. എന്തായിരുന്നു അതിന് VD സതീശന്റെ മറുപടി? അനുരാഗ് ഠാക്കൂറിനൊപ്പമുള്ള ചിത്രം MP രാജേഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്രേ. മറുപടിയുടെ സ്വഭാവം ഇതാണ്: ഞങ്ങൾ ഇങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ? ആ നിലവാരമാണ് VD സതീശന്റെ മറുപടിക്കുള്ളത്. അതിനും കണക്ക് തീർത്ത് തന്നെ MP രാജേഷ് വീണ്ടും മറുപടി നൽകി. ഗുജറാത്തിലെ വംശഹത്യ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ആളെ പോയി കെട്ടിപ്പിടിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ അത് തെറ്റാണ് എങ്കിൽ അനുരാഗ് ഠാക്കൂറും ഞാനും മാത്രമല്ല, രാഹുൽ ഗാന്ധിയും ഞങ്ങളെല്ലാം ഒരുമിച്ച് പാർലമെന്റിൽ ഒരേ കാലത്തുണ്ടായിരുന്നവരാണ്. പടമാണ് പ്രശ്നമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള പടം എത്രയോ തവണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ കൂടെയുള്ള പടമില്ലേ? അങ്ങ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തിയ ആളാണ് എന്നതുകൊണ്ട് അങ്ങയുടെ കൂടെ പടമെടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പടം വന്നാൽ അത് ഫേസ്ബുക്കിലിടില്ല എന്ന് പറയാൻ പറ്റൂ? അത് വേറെ, രാഷ്ട്രീയമായ നിലപാട് വേറെ. അങ്ങ് ഗോൾവാൾക്കറിന് മുമ്പിൽ വളഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തി വണങ്ങിയതിനെ ഞങ്ങൾ നിശിതമായി വിമർശിക്കും. പക്ഷേ അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് എന്താ വിരോധം? രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ്, വിമർശനം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ടാണ് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉയർത്താൻ ശ്രമിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇന്നലെ ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ചോ സോണിയാഗാന്ധിയെ കുറിച്ചോ പറഞ്ഞതിൽ ഏത് വാക്കാണ് അധിക്ഷേപകരം എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയണം, ഇവിടെ ഈ സഭയിൽ പറയണം. MP രാജേഷ് എന്താണ് ആവർത്തിച്ച് ചോദിച്ചത്? ഞങ്ങൾ മന്ത്രിമാർ പ്രിയങ്ക വാദ്രയെ ആക്ഷേപിച്ച് നടത്തിയ പരാമർശം ചൂണ്ടിക്കാണിക്കണം. എന്നിട്ട് എന്ത് ആക്ഷേപമാണ് അവർക്കെതിരെ മന്ത്രിമാർ നടത്തിയത് എന്ന് സതീശൻ പറഞ്ഞോ? ഇല്ല. കുത്തി ചോദിച്ചിട്ടും ഏത് ആക്ഷേപവാക്കാണ് പ്രിയങ്കയ്ക്കെതിരെ മന്ത്രിമാർ പറഞ്ഞതെന്ന് സതീശൻ പറഞ്ഞതേയില്ല. പ്രിയങ്കയെ കുറിച്ച് മിണ്ടാനേ പാടില്ലെന്നൊക്കെ പറഞ്ഞാൽ അത് ആരെങ്കിലും വകവയ്ക്കുമോ? ഇനി VD സതീശൻ P രാജീവിന് കൊടുത്ത മറുപടി കാണാം. മന്ത്രി പിണറായി വിജയന്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന പടം ഉണ്ടല്ലോ, ഞങ്ങൾ അധിക്ഷേപിച്ചില്ല. ഞങ്ങൾ അധിക്ഷേപിച്ചില്ല. മുഖ്യമന്ത്രി ഞങ്ങൾ അധിക്ഷേപിച്ചില്ല. അതുകൊണ്ട്
അത്തരം ഇരട്ടത്താപ്പ് ചെയ്യുന്നത് ഇവരാണ്. പി രാജീവ് ചോദിച്ചു നിർത്തിയത് എന്താണ്? സോണിയാഗാന്ധിയെ പോലെ ഇത്രമാത്രം സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ കയ്യിൽ ഈ സ്വർണത്തിന്റെ എലസ്, സ്വർണം മോഷ്ടിച്ച ആൾക്ക്, സ്വർണം വാങ്ങിയ ആളുടെ സാന്നിധ്യത്തിൽ കെട്ടാൻ അവസരം ഒരുക്കിയത് ആരാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റിന്റെ തിളക്കമുണ്ടാകും. അക്കാര്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെ തിളക്കം 10 മാറ്റ് കൂടുമെന്നാണ് രാജീവ് പറഞ്ഞു നിർത്തിയത്. അതിനെന്തായിരുന്നു സതീശന്റെ മറുപടി? മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റി നിൽക്കുന്ന ചിത്രവുമുണ്ട്. അതും വെച്ച് ഞങ്ങൾ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചില്ല. അതെങ്ങനെ പി രാജീവിന്റെ ചോദ്യത്തിനുള്ള മറുപടിയാകും? സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികൾ Z+ കാറ്റഗറി സെക്യൂരിറ്റിയുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെ പ്രവേശിച്ചു എന്ന പ്രസക്തമായ ചോദ്യമുയരുന്നത് സോണിയാഗാന്ധിയെ അധിക്ഷേപിക്കുന്നതാണോ? അതെന്ത് ന്യായം? സതീശന്റെ വാദത്തിന്റെ രത്നചുരുക്കം ഇതാണ്: മുഖ്യമന്ത്രിയും പോറ്റിയും ഒന്നിച്ചുള്ള ഫോട്ടോയെ കുറിച്ച് ഞങ്ങൾ മിണ്ടില്ല, അതുകൊണ്ട് സോണിയാഗാന്ധിയും സ്വർണ്ണക്കള്ളന്മാരും ഒന്നിച്ചുള്ള ഫോട്ടോയെ കുറിച്ച് നിങ്ങളും മിണ്ടരുത്. അതങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതിയെന്നായി പി രാജീവ്. സതീശന് രാജീവ് നൽകിയ ആ മറുപടി ഇനി നമുക്ക് കാണാം. പ്രതിപക്ഷ നേതാവിന് സമനില തെറ്റിയെന്ന് തോന്നുന്നു. എന്റെ വകുപ്പൊന്നും മാറ്റിക്കളയരുത്. പാർലമെന്ററി കാര്യമന്ത്രി ഇവിടെ വെറുതെ ഇരിപ്പുണ്ട്. അങ്ങേക്ക് പെട്ടെന്നാകെ നിലയങ്ങ് തെറ്റിപ്പോയി. അതുകൊണ്ട് പണ്ട് എല്ലാം ആധികാരികമായി പറയുന്ന ആള് എവിടെ നിൽക്കുന്നതിന് തെളിവാണ്. സാർ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം ഉണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അങ്ങയെപ്പോലെ ഇത്ര അറിവും ആധികാരികതയും വായനയും പരിചയ സമ്പത്തും ഒക്കെയുള്ള ഒരാള് പറയാവുന്ന താരതമ്യമാണോ സാർ അത്? ഇവിടെ ഒരു പരിപാടി അസംബ്ലിയുടെ മുൻപിൽ ഉദ്ഘാടനം ചെയ്യുമ്പോ നിങ്ങൾ കൊടുത്ത ചിത്രത്തിന്റെ യാഥാർത്ഥ്യം വീഡിയോ ദൃശ്യങ്ങളിലൂടെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നില്ലേ? മുഖ്യമന്ത്രി ഇത് കഴിഞ്ഞു വരുന്നു, അവിടെ നിൽക്കുന്നു, കാറിന്റെ മുൻപിൽ ഈ പോറ്റി നിൽക്കുന്നു, മാറി നിൽക്കാൻ കൈകൊണ്ട് കാണിക്കുന്നു, കാറിലേക്ക് കയറി പോകുന്നു. ഇതല്ലേ യഥാർത്ഥം നടന്നത്? സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് അങ്ങേക്ക് കയറി ചെല്ലാൻ കഴിയോ? നേരെ ശശി തരൂർ എത്ര നാളായി കാത്തു നിന്നിട്ട് കയറി ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗുലാം നബി ആസാദിന് വീടിനകത്തേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ടല്ലേ അദ്ദേഹം പാർട്ടി വിട്ടുപോയത്? എത്ര മുഖ്യമന്ത്രിമാർ സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാതെ പാർട്ടി വിട്ടുപോയി? കെ കരുണാകരൻ, ലീഡർ കരുണാകരൻ, അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കിട്ടിയോ? മൂപ്പനാർക്ക് കിട്ടിയോ? അപ്പൊ ഈ സ്വർണം കട്ടവൻ, കട്ട സ്വർണം വാങ്ങിയവൻ, അത് ഉരുക്കിയെടുത്തവൻ, അവര് എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിച്ചു എന്ന് അങ്ങ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റിന്റെ തിളക്കം. ഇപ്പോൾ അദ്ദേഹം പറയാതിരിക്കുമ്പോ സോണിയാഗാന്ധി ഇരുട്ടിൽ നിർത്തുന്ന പ്രതിപക്ഷ നേതാവ് BJPയുടെ നാവായി മാറിയിരിക്കുന്നു അറിയാൻ പറ്റും സാർ. ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ട്. അദ്ദേഹം എങ്ങനെ ഈ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഓരോ ദിവസവും പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇന്നലെ ഇവിടെ പാർലമെന്ററി കാര്യമന്ത്രിയല്ല, നിയമ വ്യവസായ വകുപ്പ് മന്ത്രി MLA കയർ വകുപ്പ് മന്ത്രി എന്നല്ല, ഞാൻ പറഞ്ഞു അങ്ങ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞ കാര്യം പറഞ്ഞു. അങ്ങ് പറഞ്ഞു ഈ പാർലമെന്ററി കാര്യമന്ത്രി അവിടേക്ക് മാർച്ച് നടത്തിയതാണ്. ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നു, നിയമസഭയ്ക്കകത്ത് നിയമസഭയ്ക്ക് പുറത്ത് രേഖകൾ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഞങ്ങൾ അഭിപ്രായം പക്ഷെ അങ്ങേക്ക് ജനതാല്പര്യമല്ല. ഞാൻ എന്നൊറ്റ വികാരത്തിനകത്ത് അടിപ്പെട്ട് കിടന്ന് നിലവെറ്റിയ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറുമ്പോ എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഇപ്പൊ പറഞ്ഞ ഈ സംഭവത്തിന്റെ പശ്ചാത്തലം എന്താണ്? K-ഫോൺ AI ക്യാമറ പദ്ധതികളിൽ അഴിമതി ആരോപിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് VD സതീശൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കോടതി മെരിറ്റില്ലെന്ന് കണ്ട് 2 കേസും തള്ളി. വിധിയിൽ സതീശനെതിരെ പ്രതികൂല പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ സതീശനോട് ചോദിച്ചു. അപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേതോ ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ അദ്ദേഹത്തിന് വായി തോന്നിയത് പറഞ്ഞാണ്. പക്ഷേ ഏതോ ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് പറഞ്ഞതാണത്രേ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ജിതിൻ ജാംദറും ജസ്റ്റിസ് ബസന്ത് ബാലാജിയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് AI ക്യാമറ വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്ന VD സതീശന്റെ പൊതുതാൽപര്യ ഹർജിയിൽ കഴമ്പില്ലെന്ന് കണ്ട് ഹർജി തള്ളിയത്. സതീശന്റേത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ എന്ന് ആ വിധിയിൽ പരിശോധിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഒരു മെരിറ്റും ഇല്ലെന്ന് കണ്ട് ആ ഹർജി ആ ബെഞ്ച് തള്ളിയത്. ഇതേക്കുറിച്ചാണ് സതീശന്റെ പരാമർശം. ഏതോ ഒരു ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് പറഞ്ഞതാണത്രേ. ഒരു കോടതി വിധിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുന്ന ആളിന്റെ പ്രതികരണമാണ്. ഒരു ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായും സതീശന് നേരെ ഉയരും.
ആ ചോദ്യത്തിന് നേരെ BD സതീശൻ നീട്ടിപ്പിടിച്ച പരിചയാണ് ചീഫ് ജസ്റ്റിസ് VK ബാലി. ജസ്റ്റിസ് ബാലിക്കെതിരെ SFI പ്രകടനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യം തന്നോട് ചോദിക്കാൻ ഭരണപക്ഷത്തിന് അവകാശമില്ല. ഇതാണ് സതീശന്റെ ന്യായം. വാട്ട് അബൌട്ടറിയും ഫാൾസ് ഇക്വലൻസും, തെറ്റായ കാര്യങ്ങളുടെ താരതമ്യം, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുപോലെയാണ് ഇതും എന്ന വാട്ട് അബൌട്ടറി. SFIക്കാർ ജഡ്ജിക്കെതിരെ പ്രതിഷേധ ജാഥ നടത്തുന്നത് പോലെയാണോ പ്രതിപക്ഷ നേതാവ് എന്ന ക്യാബിനറ്റ് പദവിയുള്ള VD സതീശൻ പത്രസമ്മേളനത്തിൽ ഏതോ ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് പറഞ്ഞു എന്നൊക്കെ ഒരു വിധിയെക്കുറിച്ച് പരാമർശിക്കുന്നത്? സതീശന്റെ ആ വാദത്തിനും P രാജീവ് മറുപടി പറഞ്ഞു. മുളകരച്ച് സതീശന്റെ മുഖത്ത് പുരട്ടും വിധം മാരകമായ മറുപടി. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പത്രസമ്മേളനത്തിൽ VD സതീശന്റെ പരാതി നാം കണ്ടിരുന്നു. സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെ അധിക്ഷേപിച്ച് സംസാരിക്കാൻ 5 മന്ത്രിമാർക്കാണ് ഇന്ന് സ്പീക്കർ അവസരം കൊടുത്തത്. 5 പേർ. അവർ ആവർത്തിച്ച് ഓരോരുത്തർ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. ആ പരാതിയും നിയമസഭയിൽ നടന്നതും തമ്മിൽ താരതമ്യം ചെയ്താൽ സതീശന്റെ വാദം നിലനിൽക്കുന്നതാണോ? 5 മന്ത്രിമാർ നിരന്നു നിന്ന് സോണിയാഗാന്ധിയെയും പ്രിയങ്ക വാദ്രയെയും അധിക്ഷേപിച്ചു, അതിന് സ്പീക്കർ അവസരം കൊടുത്തു എന്നാണ് VD സതീശൻ പത്രസമ്മേളനത്തിൽ ആവർത്തിച്ചു പറഞ്ഞത്. എന്നാൽ ഏത് അധിക്ഷേപ വാക്കാണ് ഇവർക്കെതിരെ തങ്ങൾ നടത്തിയതെന്ന് സതീശന്റെ മുഖത്ത് നോക്കി മന്ത്രിമാർ ചോദിച്ചു പലവട്ടം. അതിന് VD സതീശന് മറുപടിയേ ഉണ്ടായിരുന്നില്ല. ഒരാക്ഷേപ വാക്കും അദ്ദേഹത്തിന് സഭയ്ക്കുള്ളിൽ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടായിരുന്നില്ല. എന്നിട്ടാണ് പുറത്തിറങ്ങി മന്ത്രിമാർ സോണിയാഗാന്ധിയെയും പ്രിയങ്ക വാദ്രയെയും അധിക്ഷേപിച്ചു എന്ന പച്ചക്കള്ളം പറഞ്ഞത്. ഇതൊക്കെ ജനങ്ങൾ കാണും, വിലയിരുത്തും എന്ന ഒരാശങ്കയും അദ്ദേഹത്തിനില്ല. അതുകൊണ്ടാണ് ശിവൻകുട്ടിയെ അവനെന്നും ഇവനെന്നും ഒക്കെ ആക്രോശിച്ച് പ്രസംഗിച്ചത്. സകല മാധ്യമങ്ങളും സംപ്രേഷണം ചെയ്തിട്ടും നിയമസഭയിൽ ചെന്ന് ഒരു മടിയുമില്ലാതെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വാദിച്ചത്. നിയമസഭയിൽ പ്രതിപക്ഷ MLA-മാർ സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറുന്നത് സകലരും കണ്ടതാണ്, സകല മാധ്യമങ്ങളും റിപ്പോർട്ടും ചെയ്തു. എന്നിട്ടും VD സതീശൻ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ്. ഷൈലോക്ക് എന്ന സിനിമയിലെ സിദ്ദിഖിന്റെ വില്ലൻ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഒരു സംഭവം നടന്നതിന് യാതൊരു തെളിവും അവശേഷിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്ന്. VD സതീശന്റെ നിലപാട് തിരിച്ചാണ്. ഒരു സംഭവം നടന്നതിന് സകല തെളിവുമുണ്ടെങ്കിലും അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ലെന്ന് വാദിച്ചുകൊണ്ടേയിരിക്കുക. ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കട്ടെ. ഇതുപോലെ കല്ല് വെച്ച് നുണ പറയുകയും ധാർഷ്ട്യം കൊണ്ട് ആ നുണകൾക്ക് ആധികാരികത നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന VD സതീശന്റെ സ്ഥിരം അടവാണ് ഇന്ന് സഭയിൽ പൊളിഞ്ഞു പാളീസായത്. ഇന്നത്തെ സംഭവത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. VD സതീശനെ മന്ത്രിമാർ നിരന്നു നിന്ന് കൈകാര്യം ചെയ്തിട്ടും പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒരാൾ പോലും പ്രതിരോധിക്കാനുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് എപ്പോഴോ റോജി M. ജോൺ എന്തോ മന്ത്രമോദാൻ സതീശന്റെ അടുത്തേക്ക് ഓടി വന്നതല്ലാതെ ഒരു പ്രതിരോധവും പ്രതിപക്ഷ നേതാവിന് വേണ്ടി സഭയിൽ ഉയർന്നില്ല. ചില ആളുകളുണ്ട് അങ്ങേയറ്റം ധാർഷ്ട്യത്തോടെ വല്ലാതെ ഒച്ചയുയർത്തി സംസാരിച്ച് തങ്ങളുടെ ആധിപത്യം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. പത്രസമ്മേളനങ്ങളിൽ VD സതീശൻ പയറ്റുന്ന സ്ഥിരം അടവാണത്. ആ അടവും കൊണ്ട് ഇന്ന് നിയമസഭയിൽ ആളാകാൻ നോക്കിയതാണ്. പക്ഷെ മറുവശത്ത് നിന്ന് ഒച്ച പൊങ്ങിയതോടെ എല്ലാം തകർന്നു. പിന്നെ സെന്റിമെന്റ്സ് ആയി, സങ്കടം പറച്ചിലായി, വ്യക്തിപരമായി വേട്ടയാടുന്നേ എന്ന പരിഭവം പറച്ചിലായി. ആകെ കൂടി VD സതീശൻ ശോകം മൂടിലായ ഒരു ദിവസം.